ഹലോ, ഒരു മിനിറ്റിൽ 4 മാർക്ക് നേടാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും ഭൂഖണ്ഡങ്ങളിലൂടെ അല്ലെങ്കിൽ ത്രൂ ദ കോണ്ടിനെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ്. അത് ഏറ്റൊന്നുമല്ല മക്കളെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാൻഡ് ഫോംസ്, വിവിധ തരത്തിലേക്കുള്ള ഭൂപ്രകൃതികളെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുന്നതാണ് ഡെസേർട്ട് അല്ലെങ്കിൽ മരുഭൂമികൾ എന്ന് പറയുന്നത്. മക്കളെ, പ്രധാനമായിട്ടും മഴ വളരെ കുറവുള്ള സ്ഥലങ്ങളാണ് അല്ലേ, മഴ കുറച്ച് മാത്രം കിട്ടുന്ന സ്ഥലങ്ങളാണ്. വളരെ ഇതുപോലെ തന്നെ എന്താണ് അരീഡ് ലാൻഡ്സ് ആണ് അല്ലേ. അതായത് ഈ പറഞ്ഞ വരണ്ട് കിടക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ ഡെസേർട്ട് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലേക്കുള്ള ഡെസേർട്ട് അല്ലെങ്കിൽ മരുഭൂമികളാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. അതിൽ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് ഹോട്ട് ഡെസേർട്ട് ഉണ്ട്, അതേപോലെ തന്നെ കോൾഡ് ഡെസേർട്ട് ഉണ്ട്. ഉഷ്ണ മരുഭൂമികളുണ്ട്, അതേപോലെ തന്നെ എന്താണ് ശീത മരുഭൂമികൾ എന്ത് ചെയ്യുന്നുണ്ട്, ലോകത്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതാണ് രണ്ടെണ്ണം കാണാൻ പറ്റുന്നത് അല്ലേ. ഓക്കെ, അടുത്ത നമ്മളുള്ളത് പ്ലെയിൻ റീജിയൻസ് ആണ് അല്ലെങ്കിൽ സമതലങ്ങളാണ്. എന്താണ് പ്ലെയിൻ റീജിയൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഈ പറഞ്ഞ ഫ്ലാറ്റ് ആയിട്ടുള്ള വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്ലെയിൻ റീജിയൻസ് എന്ന് പറയുന്നത്. വളരെ നിരപ്പായിട്ട് കിടക്കുന്ന വിശാലമായ പ്രദേശത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇതുപോലെ തന്നെ സമതലങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് പ്ലാറ്റ്യൂ. എന്താണ് പ്ലാറ്റ്യൂ? പ്ലാറ്റ്യൂ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് വളരെ ഉയർന്നു കിടക്കുന്നതും നിരപ്പായിട്ടുള്ള ഉപരിതലമുള്ള സ്ഥലത്തെയുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പീഠഭൂമികൾ എന്ന് പറഞ്ഞിട്ടോ. അപ്പൊ ലാൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും എന്താണ്, അത് ഇലവേറ്റഡ് ഫ്രം ദ സറൗണ്ടിങ്സ് റീജിയൻസ് ആണ്. അതായത് ചുറ്റുമുള്ള സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യും, ഉയർന്നു കിടക്കും. അതുകൂടാതെ കമ്പാരിറ്റീവ്ലി ഫ്ലാറ്റ് സർഫേസ് ആയിരിക്കും കേട്ടോ. നിരപ്പായിട്ടുള്ള സ്ഥലമായിരിക്കും എന്ത് ചെയ്യുന്നത്, അതിന് ഉപരിതലം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇതിന് വളരെ നിരപ്പായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും ടോപ്പിൽ ഉണ്ടാവും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തിനെയാണ് നമ്മൾ പീഠഭൂമികൾ അല്ലെങ്കിൽ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ 3 പ്രധാനപ്പെട്ട നമ്മുടെ ഈ പറയുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാൻഡ് ഫോംസ് അല്ലെങ്കിൽ വിവിധ തരത്തിലേക്കുള്ള ഭൂപ്രകൃതികളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറഞ്ഞിട്ടുള്ളത്. സോ മക്കളെ, ഞാൻ പറയുന്നു 6ാം ക്ലാസ്സിലെ മക്കളൊക്കെ ആണെങ്കിൽ ഇതുവരെ ട്യൂഷന് പോകാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഓപ്ഷൻ ഉണ്ട്. അതാണ് വജ്ര ബാച്ച്. വജ്ര ബാച്ചിനകത്ത് ഇപ്പോഴാണെങ്കിൽ വിദ്യാരാമത്തിന്റെ ഒക്കെ തന്നെ വളരെ ഓഫറുകളൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വജ്രയുടെ ഭാഗമായി മാറുക, അടിപൊളിയൊക്കെ ഉഷാറാക്കുക. സോ ഓൾ ദി ബെസ്റ്റ്.